നീ എഡിറ്റിംഗ് പഠിച്ചു, തംബ്നെയിൽ നല്ലതാക്കി, ടൈറ്റിൽ മാറ്റി. പക്ഷേ ആളുകൾ 30 സെക്കൻഡ് കഴിഞ്ഞ് വീഡിയോ വിട്ടുപോകുന്നു. എന്തുകൊണ്ട്? ഒരു പക്ഷേ പ്രശ്നം എഡിറ്റിങ്ങിലല്ല, നിൻ്റെ വീഡിയോ ബോറിംഗ് ആണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് 10 സെക്കൻഡ് പോലും കഴിയുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും. പക്ഷേ ആ വീഡിയോ മോശമായതുകൊണ്ടാണ് നീ അത് ക്ലോസ് ചെയ്തത്? അല്ല, കാരണം നിൻ്റെ ബ്രെയിൻ ബോറിംഗ് ആയ കാര്യങ്ങൾ വെറുക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം, നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് തുടങ്ങുമ്പോൾ ഒരു എപ്പിസോഡ് മാത്രം കണ്ടിട്ട് ഉറങ്ങാമെന്ന് തീരുമാനിക്കും. പക്ഷെ അറിയാതെ 3 എപ്പിസോഡ് തീരും. സമയം രാത്രി 2 മണി. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ആ സീരീസ് നിന്നെ പിടിച്ചിരുത്തി? അതിന് എക്സ്പെൻസീവ് ക്യാമറ ഇല്ല, ഹോളിവുഡ് എഡിറ്റിംഗ് ഇല്ല, ഓരോ സെക്കൻഡിനും എഫക്ട്സ് ഇല്ല. പക്ഷെ നീ സ്കിപ്പ് ചെയ്തില്ല, കാരണം അവർ നിൻ്റെ കണ്ണുകളെ എൻ്റർടൈൻ ചെയ്തില്ല. നിൻ്റെ ക്യൂരിയോസിറ്റിയാണ് പിടിച്ചത്. ഇപ്പോൾ നിൻ്റെ വീഡിയോയെക്കുറിച്ച് ചിന്തിക്കൂ. ആദ്യ 10 സെക്കൻഡിൽ തന്നെ വ്യൂവറിനെ എല്ലാം മനസ്സിലാക്കും. ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകണോ? ആ ഡിസിഷൻ ആദ്യ ഇംപ്രഷൻസിൽ തന്നെ ഉണ്ടാകും. മിക്ക ക്രിയേറ്റേഴ്സും കരുതുന്നത് എഡിറ്റിംഗ് പഠിച്ചാൽ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആകുമെന്നാണ്. പക്ഷേ സത്യം മറ്റൊന്നാണ്. എഡിറ്റിംഗ് ബോറിംഗ് വീഡിയോയെ സേവ് ചെയ്യില്ല. മ്യൂസിക് ബോറിംഗ് സ്റ്റോറിയെ എക്സൈറ്റ് ആക്കില്ല. ട്രാൻസിഷൻസ് വ്യൂവറിനെ പിടിച്ചു നിർത്തില്ല. കാരണം പ്രശ്നം എഡിറ്റിംഗ് അല്ല, പ്രശ്നം സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈ യുവർ വീഡിയോസ് ആർ ബോറിംഗ്. ഒരു ക്രിയേറ്റർ വ്യൂവറിനെ ആദ്യ സെക്കൻഡ് മുതൽ അവസാന സെക്കൻഡ് വരെ എങ്ങനെ പിടിച്ചിരുത്താമെന്നതാണ്. മിക്ക ക്രിയേറ്റേഴ്സും ഒരു വലിയ തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നു. ബെറ്റർ എഡിറ്റിംഗ് ചെയ്താൽ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആകും. അതുകൊണ്ടാണ് പുതിയ ട്രാൻസിഷൻ, പുതിയ ആനിമേഷൻ, പുതിയ സൗണ്ട് എഫക്റ്റ്, പുതിയ ഫോണ്ട്, പുതിയ ലൈറ്റ്, ഇങ്ങനെ എല്ലാം സെർച്ച് ചെയ്യുന്നു. പക്ഷെ ഒരു ചോദ്യം, ഒരു ബോറിംഗ് കഥ ഹോളിവുഡ് എഡിറ്റിംഗ് കൊണ്ട് മാസ്റ്റർ പീസ് ആകുമോ? ആകില്ല. ഒരു നല്ല കഥ മൊബൈലിൽ ഷൂട്ട് ചെയ്താലും ആളുകൾ അവസാനം വരെ കാണും. പക്ഷേ ഒരു ബോറിംഗ് കഥ സിനിമ ക്യാമറയിൽ ഷൂട്ട് ചെയ്താലും വ്യൂവർ എക്സിറ്റ് ചെയ്യും. കാരണം ആളുകൾ എഡിറ്റിംഗ് കാണാനല്ല, സ്റ്റോറി അനുഭവിക്കാനാണ് വരുന്നത്. എഡിറ്റിംഗ് ഒരു ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് പോലെയാണ്, സ്റ്റോറി ആ ഭക്ഷണം തന്നെയാണ്. പ്ലേറ്റ് മനോഹരമായാലും ഭക്ഷണത്തിന് രുചിയില്ലെങ്കിൽ ആരും വീണ്ടും വരില്ല. യൂട്യൂബിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ക്രിയേറ്റേഴ്സ് എഡിറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നു, പക്ഷേ സ്റ്റോറി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. തംബ്നെയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു, പക്ഷേ ക്യൂരിയോസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. ക്യാമറ അപ്ഗ്രേഡ് ചെയ്യുന്നു, പക്ഷേ വ്യൂവറിൻ്റെ മൈൻഡിൽ ഒരു ചോദ്യം പോലും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പ്രശ്നം എക്യുപ്മെൻ്റ് അല്ല, പ്രശ്നം നീ പറയുന്ന രീതിയാണ്. ഒരു വീഡിയോ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആകില്ല. വ്യൂവറിനെ അടുത്തത് എന്താണ് എന്ന് ചിന്തിപ്പിച്ചാൽ മാത്രമാണ് ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വ്യൂവർ നിൻ്റെ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തിട്ടല്ല പോകുന്നത്, അവൻ ബോർഡ് ആയതുകൊണ്ടാണ് പോകുന്നത്. ഇത് രണ്ടും ഒന്നല്ല. ഇമാജിൻ ചെയ്യൂ, നീ ഒരു പുസ്തകം വായിക്കുന്നു. ആദ്യ പേജിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും എഴുത്തുകാരൻ പറഞ്ഞാൽ അടുത്ത പേജ് മറിക്കൂ? ഇല്ല, കാരണം ക്യൂരിയോസിറ്റി അവിടെ അവസാനിച്ചു. ഇപ്പോൾ ഒരു സിനിമ ഇമാജിൻ ചെയ്യും. ആദ്യ സീൻ ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നു, പുറകിൽ ആരോ പിന്തുടരുന്നു. പക്ഷേ ആരാണ് പിന്തുടരുന്നത്, എന്തിനാണ് ഓടുന്നത്, ഒന്നും കാണിക്കുന്നില്ല. നീ ഉടനെ ചിന്തിക്കും, എന്താണ് സംഭവിച്ചത്? ആ ഒരു ചോദ്യം വ്യൂവറിനെ അടുത്ത സീനിലേക്ക് കൊണ്ടുപോകും. അതാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ശക്തി. മനുഷ്യരുടെ ബ്രെയിൻ ഉത്തരങ്ങളെക്കാൾ ചോദ്യങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ബ്രെയിനിന് അപൂർണമായ കാര്യങ്ങൾ പൂർത്തിയാക്കണം. അതിനാലാണ് ഒരു നല്ല കഥ വ്യൂവറിനെ പിടിച്ചിരുത്തുന്നത്. പക്ഷെ മിക്ക ക്രിയേറ്റേഴ്സും ആദ്യ മിനിറ്റിൽ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. വ്യൂവറിന് ഒന്നും ഇമാജിൻ ചെയ്യാൻ ബാക്കിയാവില്ല, ഒന്നും ഡിസ്കവർ ചെയ്യാൻ ബാക്കിയാവില്ല. അപ്പോൾ അവൻ പോകും. കാരണം ഇൻഫർമേഷൻ കിട്ടി, പക്ഷേ എക്സ്പീരിയൻസ് കിട്ടിയില്ല. അവിടെയാണ് ഒരു ബോറിംഗ് വീഡിയോ ജനിക്കുന്നത്. ഒരു രഹസ്യം പറയട്ടെ, ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇമോഷൻ ഫിയർ അല്ല, ഹാപ്പിനെസ് അല്ല, സാഡ്നെസ് പോലും അല്ല, ക്യൂരിയോസിറ്റി. കാരണം ഒരു ചോദ്യം ബ്രെയിനിൽ ജനിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടുന്നതുവരെ ബ്രെയിൻ ശാന്തമായിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ദിവസം മുഴുവൻ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഡിറ്റക്റ്റീവ് മൂവി അവസാനം വരെ നീ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു സീരീസ് നെക്സ്റ്റ് എപ്പിസോഡ് അമർത്തുന്നത്. കാരണം ബ്രെയിനിനെ അറിയാത്തത് അറിയണം. ഇപ്പോൾ ഒരു ക്രിയേറ്ററിനെ കുറിച്ച് ചിന്തിക്കുക. അവൻ വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. വ്യൂവറിന് അടുത്തത് എന്താണെന്ന് ആദ്യ സെക്കൻഡിൽ തന്നെ അറിയാം. അതുകൊണ്ട് ബ്രെയിൻ വിശ്രമിക്കും. പക്ഷേ ഒരു ക്രിയേറ്റർ ഇങ്ങനെ തുടങ്ങിയാൽ, ഇന്ന് ഞാനൊരു മിസ്റ്റേക്ക് കാണിക്കും. ഓൾമോസ്റ്റ് എല്ലാ ക്രിയേറ്റേഴ്സും ചെയ്യുന്നത്, പക്ഷേ അത് അവർ അറിയുന്നില്ല. ഇപ്പോൾ വ്യൂവറിൻ്റെ ബ്രെയിൻ ഒരു ചോദ്യം ചോദിക്കും: എന്താണ് ആ മിസ്റ്റേക്ക്? അവിടെയാണ്
വ്യൂവർ സ്റ്റേ ചെയ്യാൻ തുടങ്ങുന്നത്. ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല, അവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു. പിന്നെ ഓരോ മിനിറ്റിലും ആ ചോദ്യങ്ങൾക്ക് കുറച്ചായി ഉത്തരം നൽകുന്നു. അതുകൊണ്ടാണ് വ്യൂവർ അവസാനം വരെ കാത്തിരിക്കുന്നത്. ഒരു ക്രിയേറ്റർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയാമോ? അവൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പക്ഷേ ആരും എക്സ്പ്ലനേഷൻ കാണാൻ യൂട്യൂബ് തുറക്കുന്നില്ല. എക്സ്പീരിയൻസ് കാണാനാണ് ആളുകൾ വരുന്നത്. ഒരു ഉദാഹരണം പറയാം. ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് മഴ പെയ്തു. ഒരു വിവരമാണ് കിട്ടിയത്, അത്രമാത്രം. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ, രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ആകാശം തെളിഞ്ഞിരുന്നു, കുട പോലും എടുത്തില്ല. 10 മിനിറ്റിന് ശേഷം മഴ തുടങ്ങി, ഓടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഞാൻ മുഴുവൻ നനഞ്ഞിരുന്നു. ഇപ്പോൾ നീ ആ സീൻ കണ്ടു. ഞാൻ മഴ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഒരു കഥ പറഞ്ഞു. അതുകൊണ്ടാണ് സ്റ്റോറി ഇൻഫർമേഷനേക്കാൾ ശക്തമായത്. മനുഷ്യർ ഫാക്ട്സ് ഓർമ്മിക്കില്ല, പക്ഷേ സ്റ്റോറീസ് വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മിക്കും. അതുകൊണ്ടാണ് ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് ടീച്ച് ചെയ്യാത്തത്. അവർ സ്റ്റോറി പറയുന്നത്. ഓരോ ലെസൺസിനും ഒരു കഥ, ഓരോ ഐഡിയയ്ക്കും ഒരു എക്സ്പീരിയൻസ്. വ്യൂവർ പഠിക്കുകയാണെന്ന് പോലും അറിയില്ല, അവൻ എൻജോയ് ചെയ്യുകയാണ്. അതാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ യഥാർത്ഥ ശക്തി. ഇപ്പോൾ ഒരു ചെറിയ സീക്രട്ട് പറയാം. ഓൾമോസ്റ്റ് എല്ലാ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലേഴ്സും ഒരു ഫോർമുല ഉപയോഗിക്കുന്നു. അത് വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ, ക്യൂരിയോസിറ്റി, റിവാർഡ്. ആദ്യം ഒരു ചോദ്യം, വ്യൂവറിൻ്റെ മൈൻഡിൽ ഒരു സംശയം ജനിക്കണം. പിന്നെ ആ സംശയം കുറച്ചു നേരം ജീവിച്ചിരിക്കണം. കാരണം ആ സമയത്താണ് ക്യൂരിയോസിറ്റി വളരുന്നത്. അതിനുശേഷം മാത്രം ഉത്തരം. അതാണ് റിവാർഡ്. പക്ഷേ മിക്ക ക്രിയേറ്റേഴ്സും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. ആദ്യം ഉത്തരം പറയും, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ. അവസാനം വ്യൂവർ പോകും, കാരണം ജേണി അവസാനിച്ചു. ഒരു നല്ല വീഡിയോ ഗൂഗിൾ അല്ല, ഗൂഗിൾ ഉത്തരം തരുന്നു. പക്ഷേ ഒരു നല്ല വീഡിയോ വ്യൂവറിനെ ഉത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ മിനിറ്റിലും ഒരു ചെറിയ ചോദ്യം, ഓരോ സീനിലും ഒരു ചെറിയ ക്യൂരിയോസിറ്റി, ഓരോ ചാപ്റ്ററിലും ഒരു ചെറിയ റിവാർഡ്. അങ്ങനെയാണ് വ്യൂവർ അടുത്ത മിനിറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അടുത്ത വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം മാത്രം ചോദിക്കൂ. ഈ സീൻ കഴിഞ്ഞാൽ വ്യൂവർ എന്തറിയാൻ ആഗ്രഹിക്കും? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന രീതിയിൽ വീഡിയോ ബിൽഡ് ചെയ്യും. അപ്പോൾ വ്യൂവർ വീഡിയോ ഫിനിഷ് ചെയ്യാതെ പോകില്ല. ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നീ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, വാവ് എന്ത് ഫീലിംഗ് ആയിരുന്നു? അപ്പോൾ നീ ആ വീഡിയോയിലെ ട്രാൻസിഷൻസ് ഓർമ്മിച്ചിരുന്നോ? ആനിമേഷൻ ഓർമ്മിച്ചിരുന്നോ? ഫോണ്ട് ഓർമ്മിച്ചിരുന്നോ? ഇല്ല, നീ ഓർമ്മിച്ചത് ആ വീഡിയോ നിനക്ക് എന്ത് ഫീൽ ചെയ്യിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് ഒരച്ഛൻ മകളെ ആദ്യമായി കാണുന്ന സീൻ ലോകം മുഴുവൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു അത്ലറ്റ് വീണിട്ടും വീണ്ടും എഴുന്നേൽക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത്. കാരണം ആ വീഡിയോ ഇൻഫർമേഷൻ തന്നില്ല, ഇമോഷൻ തന്നു. സന്തോഷം, പ്രതീക്ഷ, വേദന, അത്ഭുതം, പ്രചോദനം. ഇമോഷൻ വ്യൂവറിൻ്റെ മനസ്സിൽ ഒരു അടയാളം ഉണ്ടാകും. എഡിറ്റിംഗ് കണ്ണിൽ മാത്രം കാണും, ഇമോഷൻ ഹൃദയത്തിൽ തങ്ങും. അതുകൊണ്ട് ഓരോ വീഡിയോ ഉണ്ടാക്കുമ്പോഴും ഒരു ചോദ്യം ചോദിക്കൂ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വ്യൂവറിന് എന്ത് ഫീൽ ചെയ്യണം? ആ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ വീഡിയോ മനോഹരമായിരിക്കും, പക്ഷേ ഓർമ്മയിൽ നിൽക്കില്ല. ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് വീഡിയോസ് ഉണ്ടാക്കുന്നില്ല, മെമ്മറീസ് ഉണ്ടാക്കുകയാണ്. അതാണ് ഒരു ക്രിയേറ്ററിനും ഒരു എഡിറ്ററിനും ഇടയിലെ യഥാർത്ഥ വ്യത്യാസം. ഒരു വീഡിയോ വൈറലാകുമ്പോൾ മിക്ക ആളുകളും പറയുന്നത് ലക്കി ആയിരുന്നു. പക്ഷെ സത്യം അത്ര സിമ്പിളല്ല. ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുന്നു. കാരണം അത് അൽഗോരിതത്തിനെ തോൽപ്പിച്ചതുകൊണ്ടല്ല, മനുഷ്യരുടെ സൈക്കോളജി മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഒരു നല്ല വീഡിയോ വ്യൂവറിനെ ഒരു ഇമോഷൻ ഫീൽ ചെയ്യിക്കും, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിപ്പിക്കും, അല്ലെങ്കിൽ ഞാനിത് വേറൊരാൾക്ക് കാണിക്കണമെന്ന് തോന്നിപ്പിക്കും. അവിടെയാണ് ഷെയറിങ് തുടങ്ങുന്നത്. വൈറൽ വ്യൂസ് കൊണ്ടല്ല തുടങ്ങുന്നത്, കോൺവെർസേഷൻ കൊണ്ടാണ് തുടങ്ങുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരാളോട് പറയണം, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ആ ഒരു വാചകം അൽഗോരിതത്തിനേക്കാൾ ശക്തമാണ്. അതുകൊണ്ടാണ് ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് വ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത്. അവർ വാല്യൂ ഉണ്ടാക്കും. വാല്യൂ ഉണ്ടെങ്കിൽ വ്യൂവർ തിരിച്ചു വരും. ഇമോഷൻ ഉണ്ടെങ്കിൽ വ്യൂവർ ഓർമ്മിക്കും. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ വ്യൂവർ അവസാനം വരെ കാണും. ഇവ മൂന്നും ഒരുമിച്ചാൽ വൈറൽ ഒരു പോസിബിലിറ്റി ആകും. പക്ഷെ അതൊരിക്കലും ഒരു ഗോളാക്കരുത്. ഗോൾ എപ്പോഴും വ്യൂവറിന് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നതായിരിക്കണം. ഒരു ക്രിയേറ്ററിൻ്റെ ഏറ്റവും വലിയ വിജയം ഒരു വീഡിയോ വൈറലാകുന്നതല്ല, 1 മില്യൺ വ്യൂസ് കിട്ടുന്നതുമല്ല. വ്യൂവർ വീഡിയോ തീർന്ന ശേഷം ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇവൻ്റെ അടുത്ത വീഡിയോ എപ്പോഴാണ്? അതാണ് യഥാർത്ഥ വിജയം. തിങ്ക് അബൌട്ട് ഇറ്റ്. നീ ഫോളോ ചെയ്യുന്ന ഒരു ക്രിയേറ്ററുണ്ട്. അവൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നീ ക്ലിക്ക് ചെയ്യും. എന്തുകൊണ്ട്? തംബ്നെയിൽ കൊണ്ടാണോ? ടൈറ്റിൽ കൊണ്ടാണോ? അല്ല, കാരണം അവൻ നിൻ്റെ ട്രസ്റ്റ് നേടിയിട്ടുണ്ട്.
അവൻ പറയുന്ന ഓരോ കഥയും അവസാനം വരെ വാർത്താണെന്ന് നീ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഒരു ദിവസം കൊണ്ട് വരില്ല, ഒരു വീഡിയോ കൊണ്ട് പോലും വരില്ല. ഓരോ നല്ല വീഡിയോയും ഒരു ചെറിയ ബ്രിക്ക് പോലെയാണ്. ആ ബ്രിക്കിന് മുകളിൽ മറ്റൊരു ബ്രിക്ക്, വീണ്ടും മറ്റൊന്ന്. അങ്ങനെ ട്രസ്റ്റ് പതിയെ പണിയപ്പെടുന്നു. ഒരു ദിവസം വ്യൂവർ വീഡിയോ കാണാൻ വരില്ല, നിൻ്റെ പേരാണ് കാണാൻ വരുന്നത്. അതാണ് ബ്രാൻഡ്, അതാണ് ഒരു ക്രിയേറ്ററിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് ഓരോ വീഡിയോ ഉണ്ടാക്കുമ്പോഴും വ്യൂസ് മാത്രം ചോദിക്കരുത്, ഒരു ചോദ്യം കൂടി ചോദിക്കൂ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വ്യൂവർ എൻ്റെ അടുത്ത വീഡിയോ കാണാൻ കാത്തിരിക്കുമോ? ആ ഉത്തരം അതേ ആണെങ്കിൽ നീ ഒരു വീഡിയോ ഉണ്ടാക്കിയില്ല, ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ആദ്യ ചോദ്യം വീണ്ടും ചോദിക്കാം. എന്തുകൊണ്ടാണ് നിൻ്റെ വീഡിയോ ബോറിംഗ് ആകുന്നത്? എഡിറ്റിംഗ് മോശമായതുകൊണ്ടല്ല, ക്യാമറ ഇല്ലാത്തത് കൊണ്ടല്ല, മൈക്കിൻ്റെ വില കുറഞ്ഞത് കൊണ്ടല്ല. വ്യൂവർ നിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല, ഒന്നും അറിയാൻ ബാക്കിയില്ല. അതാണ് ബോറ്. ഒരു നല്ല വീഡിയോ വ്യൂവറിന് ഉത്തരം കൊടുക്കില്ല, ആദ്യം ഒരു ചോദ്യം കൊടുക്കും. ഒരു നല്ല വീഡിയോ വ്യൂവറിനെ പഠിപ്പിക്കില്ല, അവനെ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകും. ഒരു നല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വ്യൂവർ പറയണം, സമയം പോയതറിഞ്ഞില്ല, അല്ലെങ്കിൽ അടുത്ത വീഡിയോ എപ്പോഴാണ്. ആ ഒരു വാചകം ഒരു ക്രിയേറ്ററിന് കിട്ടാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റാണ്. അതുകൊണ്ട് ഇനി ഓരോ വീഡിയോ ഉണ്ടാക്കുമ്പോഴും ഒരു കാര്യം മാത്രം ഓർക്കും. വ്യൂസ് വരും പോകും, അൽഗോരിതം മാറും, ട്രെൻഡ്സ് അവസാനിക്കും. പക്ഷേ ഒരു നല്ല കഥ ഒരിക്കലും പഴയതാവില്ല. അതുകൊണ്ട് എഡിറ്റിംഗ് പഠിക്കും, തംബ്നെയിൽ ഇംപ്രൂവ് ചെയ്യും, ക്യാമറ അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ എല്ലാറ്റിനും ഉപരി സ്റ്റോറി ടെല്ലിംഗ് പഠിക്കും. കാരണം ആളുകൾ പെർഫെക്റ്റ് വീഡിയോസ് ഓർക്കുന്നില്ല, അവരെ മാറ്റിയ വീഡിയോസാണ് ഓർക്കുന്നത്. ഇന്നു മുതൽ വീഡിയോ ഉണ്ടാക്കരുത്, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കും. കാരണം അവിടെയാണ് ഒരു യൂട്യൂബർ ഒരു സ്റ്റോറി ടെല്ലർ ആകുന്നത്, ഒരു സ്റ്റോറി ടെല്ലർ ഒരു ക്രിയേറ്റർ ആകുന്നത്. ദിസ് ഈസ് ഓർക്ക, നോട്ട് ഫോർ എവരി വൺ.